ന്യൂസ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാർഷിക രംഗത്തെ ചരിത്രത്തെയും വർത്തമാനത്തെയും സംയോജിപ്പിച്ച് അഗ്രാഫിയസ്റ്റിക്ക് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരിതെളിഞ്ഞു. ശതാബ്ദി ആഘോഷ ഭാഗമായാണ് 10 നാൾ നീളുന്ന പ്രദർശനം ഒരുക്കിയത്. നരേന്ദ്രമോദിയുടെ നോട്ട് റദ്ദാക്കൽ മൂലം സാധാരണക്കാർ തെരുവിലിറങ്ങുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മാണിയാട്ട് ഗ്രാമം നാടകരാവുകളാൽ സമ്പന്നം. കോറസ് കലാസമിതിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം 4 നാൾ പിന്നിട്ടു. 87 രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബ്രോഷർ ശേഖരവുമായി കാങ്കുൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ഏറ്റുകൊടുക്ക സ്വദേശി ഡേവിഡ്. തായനേരി വെള്ളാരങ്കര ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം മുന്നൊരുക്കങ്ങൾ സജീവം. പ്രധാന ആരാധനാമൂർത്തിയുടെ തിരുമുടിക്കുള്ള കവുങ്ങ് മുറിച്ചു. വാർത്തകൾ വിശദമായി. കാർഷിക രംഗത്തിന്റെ വൈവിധ്യങ്ങൾ വിളിച്ചോതിയ അഗ്രി ഫിയസ്റ്റയ്ക്ക് തുടക്കമായി. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കാർഷിക രംഗത്തെ ചരിത്രത്തെയും വർത്തമാനത്തെയും സംയോജിപ്പിച്ച് വിപുലമായ കാർഷിക പ്രദർശനമൊരുക്കിയത്. 28 വരെ 10 നാൾ നീളുന്നതാണ് പ്രദർശനം. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും നൂതന കാർഷിക അറിവുകൾ പകർന്നു നൽകുന്ന കാർഷിക പ്രദർശനവും വിവിധ വിളകളുടെ വ്യത്യസ്ത ഇനങ്ങൾ തോട്ടത്തിൽ തന്നെ നട്ടുവളർത്തിയ കൃഷിയുടെ പ്രദർശനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകളും കാർഷിക സർവകലാശാലയുടെ വിവിധ ഉൽപ്പന്നങ്ങളും അത്യപൂർവമായ പഴവർഗ്ഗ ചെടികളുടെയും പൂന്തോട്ട ചെടികളുടെയും വൻ ശേഖരവും വിൽപ്പനയും അടങ്ങിയ അതിവിപുലമായ കാർഷിക വിരുന്നാണ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അഗ്രി ഫിയസ്റ്റയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. വേറെ ഇവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, എങ്ങനെയെല്ലാം നമുക്കിതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും, അതിനെക്കുറിച്ചൊന്നും കൃഷിയിൽ താല്പര്യമുള്ളവർ പോലും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. അവരുടെ മാത്രം കുറ്റം കൊണ്ടല്ല, നമ്മളും സ്ഥാപനം എന്നുള്ള നിലക്കും കുറച്ചുകൂടി ഇളകി പ്രവർത്തിച്ചേ മതിയാവും എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അതാണ് ഉദാഹരണം ഫാർമേഴ്സ് ഫീൽഡ് സ്കൂൾ. നമുക്ക് എന്തുകൊണ്ട് ഇപ്പോൾ കാസർഗോഡ് ജില്ല മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഈ രംഗത്ത് കാർഷിക ഗവേഷണ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സേവനമനുഷ്ഠിക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥന്മാർ കൊണ്ട് സമ്പന്നമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. വളരെ ഉന്നതമായ ഗവേഷണ ചാരുതയോടുകൂടി കേരള ഗവേഷണ കേന്ദ്രം ശ്രദ്ധേയമായ സംഭാവനകളും ഇടപെടലുകളും നടത്തുന്ന സ്ഥാപനമാണ് പിലിക്കോട് കേര ഗവേഷണ കേന്ദ്രമെന്നും അതിന് പ്രാപ്തരായ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സമ്പന്നമാണ് ഈ സ്ഥാപനമെന്നും ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ബി ജയപ്രകാശ് നായിക്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ, കേരള വെറ്റിനറി സർവകലാശാല ഡയറക്ടർ ഡോക്ടർ TP സേതുമാധവൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ N രവീന്ദ്രൻ, PK ഫൈസൽ, M അസൈനാർ, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, RARS അസിസ്റ്റന്റ് പ്രൊഫസർ PK രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണൻ മാസ്റ്റർ സുവനീർ പ്രകാശനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലിക്കോട് കേര ഗവേഷണ കേന്ദ്രം ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ശതാബ്ദി തോട്ടം നടിയിൽ ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്ത് ആദ്യമായി തെങ്ങ് ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആദ്യത്തെ സങ്കരീനം തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്ത പിലിക്കോട് കേര ഗവേഷണ കേന്ദ്രത്തിന് 100 വയസ്സ് തികയുന്നതിന്റെ നിറവിലാണ് അഗ്രി ഫിയസ്റ്റ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായുള്ള തെങ്ങുനടിയിൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ലക്ഷഗംഗ ഇനം തെങ്ങിൻ തൈ വെച്ച് നിർവഹിച്ചു. തുടർന്ന് കേരഗംഗ തെങ്ങിൻ തൈ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ P രാജേന്ദ്രനും അനന്തഗംഗ തെങ്ങിൻ തൈ M രാജഗോപാലൻ MLAയും കേരശ്രീ തെങ്ങിൻ തൈ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകിയും നട്ടു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യവുമായി പയ്യന്നൂരിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രകടനം. കറൻസി നിരോധനം സഹകരണ മേഖലയിലടക്കം സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും തിരുവനന്തപുരത്ത് RBIക്ക് മുന്നിൽ സത്യാഗ്രഹം നടത്തിയത്. സെൻട്രൽ ബസാർ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. C കൃഷ്ണൻ MLA നേതൃത്വം നൽകി.
ചെറുപുഴയിൽ നിർത്തിയിട്ട പിക്കപ്പ് വാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് പാഞ്ഞുകയറി. മേലെ ബസാറിലെ ഫാത്തിമ മെഡിക്കൽസിലേക്കാണ് വാൻ പാഞ്ഞുകയറിയത്. വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ചെറുപുഴ റോയൽ ചിക്കൻ സെന്ററിന്റെ പിക്കപ്പ് വാനാണ് ഫാത്തിമ മെഡിക്കൽസിലേക്ക് പാഞ്ഞുകയറിയത്. ചിക്കൻ സെന്ററിന് സമീപം ഇറക്കത്തിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാൻ നിരങ്ങി മുന്നോട്ട് പോവുകയായിരുന്നു. ഇറക്കമായതിനാൽ നിരങ്ങി നീങ്ങിയ വണ്ടി അമിത വേഗത്തിലാവുകയായിരുന്നു. മെഡിക്കൽ ഷോപ്പിലേക്ക് കയറിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തൊട്ടടുത്ത് ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിരവധി ആളുകളാണ് ബസ് കാത്തു നിന്നിരുന്നത്. കടയുടെ അലമാരയുടെ ചില്ലുകളും മറ്റും തകർന്നിട്ടുണ്ട്. ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരള എനർജി മാനേജ്മെന്റ് സെന്ററിന്റെയും കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള സംസ്ഥാന അവാർഡ് കുന്നരു AUP സ്കൂൾ അർഹമായി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ സി കൃഷ്ണൻ MLA എന്ന വിദ്യാർത്ഥികൾ അവാർഡ് ഏറ്റുവാങ്ങി. അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തക്ക നിലയിൽ നമുക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ അത് എത്തിച്ചേരേണ്ടതായിട്ടും ഉണ്ട്. എങ്ങനെ നമുക്ക് അതെല്ലാം സമാഹരിച്ച് ചടങ്ങിൽ രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV ഗോവിന്ദൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T ജനാർദ്ദനൻ, AEO P രാമദാസൻ, KP ഭാസ്കരൻ, K സുധീർ, PV ഗൗരി എന്നിവർ പ്രസംഗിച്ചു. പ്രോജക്റ്റ് അവതരിപ്പിച്ച കീർത്തന, സൂര്യ എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. നോട്ട് നിരോധനത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പിലാത്തറയിൽ ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെയും ചന്തപുരയിൽ കടന്നപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ നടന്നു. നോട്ട് പിൻവലിക്കൽ നടപടിയിലൂടെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ജനകീയ പ്രതിഷേധം നടന്നു. ജനങ്ങളെ ദുരിതത്തിലാക്കിയ നോട്ട് പിൻവലിക്കലിൽ പ്രതിഷേധിക്കുക, ഡിസംബർ 30 വരെ പഴയ നോട്ടുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിലാത്രയിൽ ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനവും സായാഹ്ന ധർണയും മുൻ MLA CKP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു നടപടി എന്തുകൊണ്ട് ഉണ്ടായി എന്നതിനെ പറ്റി ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിക്കുന്ന ഇന്ന് മാത്രമല്ല, CPMന്റെ കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ നയങ്ങളെല്ലാം വിശദമായി പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ കാലത്തും ഇന്ത്യൻ സാമ്പത്തിക നയത്തെ വിമർശിച്ചവരാണ് ഞങ്ങൾ. കാരണം രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പല പൊതുയോഗങ്ങളിലും വിശദീകരണങ്ങളിലും പറയുമ്പോൾ ചിലരെല്ലാം ചോദിക്കാറുണ്ട്. K കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. M അനിൽ സ്വാഗതം ആശംസിച്ചു. ചന്തപുര കടന്നപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സായാഹ്ന ധർണ ഏരിയ കമ്മിറ്റി അംഗം M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം ഉയർന്നു വന്നത് പഴയ കാലത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഗുണ്ടിക കച്ചവടക്കാരാണ് നാട്ടിലുണ്ടായത്. അവരെപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പലിശ കൊടുത്താൽ തീരുകയില്ല, അല്ലെ? വാരവും പാട്ടവും അതുപോലെ ഉള്ള ഒരു കാലത്ത് പലിശ കൊടുത്താൽ തീരുകയില്ല. എല്ലാം പലിശയിലാണ് വരവേക്കുക. അവസാനം നാട്ടിൽ രക്ഷയില്ലാതെ കിണ്ണും കിണ്ടിയും അതുപോലെ കെട്ടുതാലിയും നാട്ടിൽ മുഴുവൻ പണയം വെച്ച് ആളുകൾ അങ്ങനെ ഒടിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു ആശയം വന്നത്. K മോഹനൻ അധ്യക്ഷത വഹിച്ചു. TV ചന്ദ്രൻ, EP ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. നരേന്ദ്രമോദിയുടെ നോട്ട് റദ്ദാക്കൽ മൂലം സാധാരണക്കാർ തെരുവിലിറങ്ങുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ K സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ UDF ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി കറൻസി റദ്ദാക്കലിലൂടെ സാധാരണ ജനങ്ങളെ തെരുവിലിറക്കിയിരിക്കുകയാണ്. ജനജീവിതം പൂർണ്ണമായും ദുരിതത്തിലാക്കി. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും K സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഒരു പുതിയ നോട്ട് തന്നിട്ടുണ്ട്. എത്ര രൂപയുടെ നോട്ടാ? 2000 രൂപയുടെ നോട്ടാ. നിങ്ങളിൽ എത്ര പേരുടെ കയ്യിൽ അതുണ്ട് എന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിൽ ഒരു നോട്ടുണ്ടായിരുന്നു, 2000 രൂപയുടെ നോട്ട്. അത് ഇന്ന് ഒരു പ്രധാന വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശകലനം ചെയ്യുന്നതിന്റെ ഇടയിൽ ആ നോട്ട് താൽക്കാലികമായി ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കേണ്ടി വന്നു. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് അധ്യക്ഷനായി. SA ഷുക്കൂർ ഹാജി, KT സഹദുള്ള, AP നാരായണൻ, M നാരായണൻകുട്ടി, K ജയരാജ്, അഡ്വക്കേറ്റ് M ബ്രിജേഷ് കുമാർ, B സജിത് ലാൽ, VN എരുപുരം എന്നിവർ പ്രസംഗിച്ചു. തെങ്ങിൽ നിന്നും വീണ് തെങ്ങുകയറ്റ തൊഴിലാളി മരിച്ചു. ചെറുപുഴ പ്രാപ്പോയിൽ പെരുന്തോട്ടത്തെ പാറയിൽ
മനോജാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. നാടകത്തിലലിഞ്ഞ മാണിയാട്ട് ഗ്രാമം. കോറസ് കലാസമിതി ആതിഥ്യമരുളുന്ന 5ാമത് NN പിള്ള സ്മാരക നാടകോത്സവത്തിന് തിരക്കേറുന്നു. നാടകോത്സവം 4 നാൾ പിന്നിട്ടു. NN പിള്ളയുടെ സ്മരണയ്ക്കായി മാണിയാട്ട് കോറസ് കലാസമിതി സംഘടിപ്പിച്ച 5ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ 4ാം നാൾ അരങ്ങിലെത്തിയ കോഴിക്കോട് സങ്കീർത്തനയുടെ കനവ് കാണും കടൽ കാണികളെ കടപ്പുറത്തെത്തിച്ചു. ആഴക്കടലിലൂടെ പോകുന്ന ബോട്ടും അസ്തമയ സൂര്യനും കടപ്പുറത്തെ ജീവിതവും പകയും പ്രണയവും മതമൈത്രി സന്ദേശവും ആയിരങ്ങൾ സ്വയം മറന്നനുഭവിച്ചു. സന്ധ്യയ്ക്ക് 7:30 മാണിയാട്ടെ വീട്ടുകാർ വീട് വിട്ട് നാടകപ്പന്തലിലാണ്. വിശാലമായ ഗ്രൗണ്ടിൽ സൂചികുത്താൻ ഇടമില്ലാത്ത നിലയിലാണെങ്കിലും തികഞ്ഞ അച്ചടക്കത്തോടെയാണ് കാണികൾ നാടകത്തിൽ അലിഞ്ഞു ചേരുന്നത്. നാടക തിരശ്ശീല ഉയരുന്നതിന് മുൻപായി സംഘാടക സമിതി ഓഫീസ് പരിസരത്ത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഗോവിന്ദൻ കളിവിളക്ക് തെളിയിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ MV കോമൻ നമ്പ്യാർ, TV ബാലൻ, TV നന്ദകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലളിതകലാ അക്കാദമിയും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശുചിത്വ ബോധവൽക്കരണ ചിത്രകലാ ക്യാമ്പിന് ചൂട്ടാട് ബീച്ചിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട UP ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വീട്ടുപറമ്പ് കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം തന്നെ ഒരു വെളിമ്പറമ്പാണ് എന്ന ബോധ്യത്തിലാണ് നമ്മുടെയെല്ലാം ജനങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ രാവിലെ നടക്കാൻ വേണ്ടി പോകുന്നത് ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗമായിട്ടല്ല പലരും നടക്കുന്നത്. അത് പുലർച്ചെ നടക്കാൻ വേണ്ടി പോകുമ്പോൾ വീട്ടിലിരിക്കുന്ന എല്ലാ പ്ലാസ്റ്റിക് സഞ്ചിയും വീട്ടിലിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും കെട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും തള്ളാം എന്നുള്ള ചില ബോധ്യത്തിലാണ് പല മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും ജനങ്ങളെ ഇത്തരം വിഷയങ്ങളിൽ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട UP ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത അധ്യക്ഷത വഹിച്ചു. SK ആബിദ, KC ശശിധരൻ, P ഗോവിന്ദൻ, M പവിത്രൻ, KP കമലാക്ഷി, OV ഗീത, C സൈനബ, CH സൗദ, സുഹറാബി, K പ്രദീപൻ, ദിലീപ്, V വിനോദ്, MV ഉണ്ണികൃഷ്ണൻ, P ലക്ഷ്മണൻ, സുഭാഷ് അയ്യോത്ത്, അബ്ദുൾ റഷീദ്, SV, PV ബാബു രാജേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ചിത്രകലാകാരന്മാരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ശുചിത്വ സന്ദേശവുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശുചിത്വ പവലിയൻ ശ്രദ്ധേയമായി. പുതിയങ്ങാടി ചൂട്ടാട് ബീച്ചിൽ മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ ഉദ്ഘാടനം ചെയ്തു. ചേർന്നുകൊണ്ട് നമ്മുടെ പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് സ്റ്റേജിൻ്റെ കാര്യങ്ങളായാലും ഇവിടെ കയറി വരുമ്പോൾ തന്നെ പുൽപ്പായയിൽ എഴുതിയ സ്വാഗത, അതുപോലെ തന്നെ ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ള ഈ പവലിയൻ, ഇതിൽ നമ്മുടെ ഈ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാമെന്ന് ജനങ്ങൾ നാടും നഗരവും ശുചിത്വ സുന്ദരമാക്കാനുള്ള പ്രവർത്തനത്തിലാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. ഇതേക്കുറിച്ചുള്ള ബോധവൽക്കരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ഇതോടൊപ്പം പഞ്ചായത്തിലെ പരിപാടികളിൽ നിന്ന് പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ശുചിത്വ ചിത്രകലാ ക്യാമ്പയിന്റെ പ്രചരണത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി. പുൽപ്പായയിലും തുണിയിലുമായി ചായം കൊണ്ടെഴുതിയ ബോർഡുകളാണ് സ്ഥാപിച്ചത്. ശുചിത്വ സന്ദേശവുമായി ശുചിത്വ മിഷന്റെ പവലിയൻ ഏറെ ശ്രദ്ധേയമായി. മാലിന്യ സംസ്കരണത്തിനാവശ്യമായ വസ്തുക്കൾ പ്രദർശനത്തിനൊരുക്കി. വിവിധതരം കമ്പോസ്റ്റ് പാത്രങ്ങൾ ഏറെ ശ്രദ്ധേയമായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത, BDO ഇൻചാർജ് KC ശശീന്ദ്രൻ, P ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാർ, VEOമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി സൗഹൃദ ബോർഡുകൾ പരിപാടി സ്ഥലത്തൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. 87 രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബ്രോഷർ ശേഖരവുമായി കാങ്കുലാലപ്പടമ്പ് പഞ്ചായത്തിലെ ഏറ്റുകൊടുക്ക സ്വദേശി ഡേവിഡ്. ബ്രോഷർ ശേഖരണം മാത്രമല്ല, ഈ കോളേജുകളിലെ കോഴ്സുകളും ഇദ്ദേഹത്തിന് മനപാഠമാണ്. 56 വയസ്സുകാരനായ ഡേവിഡിന് അറിയാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. സ്വദേശത്തും വിദേശത്തുമുള്ള 7000-ഓളം കോഴ്സുകളുടെ വിവരങ്ങളടങ്ങിയ ബ്രോഷറുകളുടെ ശേഖരമുണ്ട് ഡേവിഡിന്. ഒരു കൗതുകത്തിനു വേണ്ടിയാണ് പ്രമുഖ കോളേജുകളുടെ ബ്രോഷറുകൾ ശേഖരിക്കാൻ തുടങ്ങിയത്.
ബ്രോഷറുകളുടെ എണ്ണം 100 കവിഞ്ഞതോടെയാണ് ഇതൊരു ആവേശമായി തോന്നിത്തുടങ്ങിയത്. പിന്നീട് ജീവിതത്തിന്റെ ലക്ഷ്യം ഇതായി മാറി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള സർക്കാരുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും പ്രൊഫഷണൽ കോഴ്സുകളുടെയും മറ്റും ബ്രോഷർ സംഘടിപ്പിക്കുകയും ഇവയെപ്പറ്റി പഠനം നടത്തുകയും ചെയ്തു. ഈ ബ്രോഷറുകളെക്കുറിച്ച് ഇദ്ദേഹത്തിന് ആധികാരികമായി പറയുവാൻ സാധിക്കും. അതുപോലെ എഞ്ചിനീയറിംഗ് ആയാലും ഹോട്ടൽ മാനേജ്മെൻറ്റ് ആയാലും ഫാർമസി ആയാലും അഗ്രികൾച്ചർ ആയാലും ഫിഷറീസ് ആയാലും മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളായാലും നല്ല നല്ല സ്ഥാപനങ്ങൾ പലർക്കും അറിയാതെ കൊണ്ട് പല ആളുകളും ഈ മോശം സ്ഥാപനങ്ങളിൽ പോയി ചേരുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടത്ര നല്ല പരിജ്ഞാനം, പ്രാക്ടിക്കലായിട്ടുള്ള നല്ല പരിജ്ഞാനം പല സമയങ്ങളിലും ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ് വന്നാൽ കൂടുതൽ സമയങ്ങളിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ശമ്പളമില്ലാതെ ട്രെയിനിങ്ങിന് വേണ്ടി നിൽക്കുന്ന അവസ്ഥ ധാരാളം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഹൃദിസ്ഥമായതോടെ ശ്രദ്ധ വിദേശ സർവകലാശാലകളിലേക്കായി. വിദേശത്ത് പോകുന്നവരുമായി ബന്ധപ്പെട്ടു. ഇത്തരക്കാരുമായുള്ള ഇടപെടലുകളിലൂടെയാണ് വിദേശത്തെ കോളേജുകളുടെ ബ്രോഷറുകൾ സംഘടിപ്പിച്ചത്. ധാരാളം പണവും സമയവും ഇദ്ദേഹത്തിന് ഇതിനായി ചിലവഴിക്കേണ്ടി വന്നു. ഇങ്ങനെയാണ് അമേരിക്ക, കാനഡ, നെതർലാൻഡ്, ഓസ്ട്രേലിയ, ചൈന, ബ്രിട്ടൻ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെ മികച്ച കോളേജുകളുടെ ബ്രോഷറുകൾ ശേഖരിച്ചത്. ഒരുപക്ഷെ ലോകത്ത് ആരുടെ കൈകളിലും ഇത്തരത്തിലുള്ള വലിയ ബ്രോഷർ ശേഖരം കാണുകയില്ല. ഈ ശേഖരവുമായി ഗിന്നസ് റെക്കോർഡിനുടമയാവുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഡേവിഡിനുള്ളത്. കൂടാതെ ലിംക ബുക്കിലും കയറിപ്പറ്റാനുള്ള ഇദ്ദേഹത്തിന്റെ ശ്രമം ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞു. പ്രീ ഡിഗ്രി വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ഡേവിഡ് 27ഓളം PSC ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നു. 3 വകുപ്പുകളിൽ ജോലി ചെയ്തു. ഇതിനിടെ കോളേജുകളിലും സ്കൂളുകളിലും ആരാധനാലയങ്ങളിലുമായി 400-ലധികം കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നടത്തി. ഇപ്പോൾ പയ്യന്നൂരിലാണ് താമസം. ധാരാളം പേർ ഇപ്പോഴും മക്കളെയും കൂട്ടി വിവരസമ്പാദനത്തിനായി ഇദ്ദേഹത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശംസകളുമായി അബ്ദുൾ റഹ്മാന്റെ ഒറ്റയാൾ പ്രചരണം. ഫ്ലക്സ് ബോർഡ് ദേഹത്ത് കിട്ടി തലയിൽ ബോളുമായി പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലെത്തിയ റഹ്മാൻ കാഴ്ചക്കാർക്ക് കൗതുകമായി. ഞായറാഴ്ച മുംബൈയിൽ നടക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സും FC മുംബൈയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ പ്രചാരണവുമായാണ് ചങ്ങനാശ്ശേരി സ്വദേശിയും കുണ്ടേങ്കോവൽ താമസക്കാരനുമായ അബ്ദുറഹിമാൻ ഒറ്റയാൾ പ്രചാരണത്തിനിറങ്ങിയത്. ശരീരത്തിൽ ഫ്ലക്സും കെട്ടി ബോൾ കൊണ്ട് കസർത്ത് കളിച്ചും ഫുട്ബോൾ പ്രേമികളെ ആവേശം കൊള്ളിക്കുകയാണ്. കേരളത്തിൽ നിരവധി ക്ലബ്ബുകളിൽ ഫുട്ബോൾ കളിച്ച അബ്ദുറഹിമാൻ കളി കാണാൻ മുംബൈയിലേക്ക് വെള്ളിയാഴ്ച രാത്രി തന്നെ വണ്ടി കയറി. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് കൊച്ചിയിലെ കളി കഴിഞ്ഞിട്ട് 26-ാം തീയതി കൽക്കട്ട കളിച്ചിന്. ഞാൻ ഞങ്ങളുടെ ക്ലബ്ബിൽ കളിക്കുമ്പോൾ ഇന്ത്യ കളിയ KT ചാക്കോ ഞങ്ങളുടെ സ്കൂളിലെ ക്ലബ്ബിൽ ഞാൻ ഫസ്റ്റ് ഗോളി, അവൻ സെക്കൻഡ് ഗോളി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തലവനായ സച്ചിൻ ടെണ്ടുൽക്കറുടെ ചിത്രവുമടങ്ങിയ സ്വാഗതമോദിയ ഫ്ലക്സുമായാണ് അബ്ദുറഹിമാന്റെ ഒറ്റയാൾ പോരാട്ടം. ഭക്തിയുടെ നിറവിൽ നാൾമരം മുറിക്കൽ ചടങ്ങ്. തായ്തേരി വെള്ളാരങ്കര ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട ഭാഗമായാണ് നാൾമരവും പ്രധാന ദേവതയായ കോലസ്വരൂപത്തിങ്കൽ തായി പരദേവതയുടെ തിരുമുടിക്കുള്ള കവുങ്ങും മുറിച്ചെടുത്തത്. ക്ഷേത്രസ്ഥാനികരും സമീപക്ഷേത്രങ്ങളിലെ ആചാരക്കാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നീണ്ട 95 വർഷങ്ങൾക്ക് ശേഷമാണ് തായനേരി ശ്രീ വെള്ളാരങ്കര ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത്. പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകളിൽ പ്രധാനപ്പെട്ടതാണ് നാൾമരമുറിയും പ്രധാന ആരാധനമൂർത്തിയായ കോലസ്വരൂപത്തിങ്കൽ തായ് പരദേവതയുടെ തിരുമുടിക്കായുള്ള കവുങ്ങ് മുറിക്കലും. മുൻകൂട്ടി നിശ്ചയിച്ച മുഹൂർത്തപ്രകാരം ക്ഷേത്രം കർമ്മി ദിവാകരന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നുള്ള പാലമരത്തിന് കുറിയിട്ട് ക്ഷേത്രം ജന്മാശാരി തമ്പാനാണ് മരം മുറിച്ചത്. തുടർന്ന് തായനേരിയിൽ നിന്ന് ഭഗവതിയുടെ തിരുമുടിക്കായുള്ള കവുങ്ങ് ക്ഷേത്രം സ്ഥാനികരുടെയും ആചാരക്കാരുടെയും നേതൃത്വത്തിൽ മുറിച്ച് വാലിക്കാരുടെ ചുമലിൽ ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിച്ചു. നാട്ടുകാരും സമീപ ക്ഷേത്രങ്ങളിലെ ആചാരക്കാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡിസംബർ 30 മുതൽ ജനുവരി 2 വരെയാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. പേരൂർ കിഴക്കേക്കര മണിയറ റോഡ് ടാറിംഗ് പ്രവൃത്തി തുടങ്ങി. 25 ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തി. പ്രവൃത്തിയുടെ ഉദ്ഘാടനം പേരൂർ കിഴക്കേക്കരയിൽ നടന്നു. സി കൃഷ്ണൻ MLA വൺ ടൈം മെയിൻ്റനൻസിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവിലാണ് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലിന്റെ അധ്യക്ഷതയിൽ സി കൃഷ്ണൻ MLA നിർവഹിച്ചു. നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ തന്നെ അയാളെ കൂടി ഇത് ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു നിശ്ചിത തീയതിക്കകം എഞ്ചിനീയർമാരുടെ നിർദ്ദേശമനുസരിച്ച് അത് പൂർത്തീകരിക്കേണ്ടതായിട്ട് ഒരു ചെറിയ പ്രവൃത്തിയാണ്. അപ്പോൾ അക്കാര്യത്തിൽ സാമൂഹ്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം
അത് പലതരത്തിലാണ്, വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം അതിൽ വരും. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ജയദീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ, KV ഗോവിന്ദൻ, MP ദാമോദരൻ, T തമ്പാൻ മാസ്റ്റർ, M ചന്ദ്രിക എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പാടിയോട്ടുചാലിനെ പ്രകമ്പനം കൊള്ളിച്ച് സമസ്തയുടെ ശക്തി പ്രകടനം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് റാലി സംഘടിപ്പിച്ചത്. മലയോര കോർഡിനേഷൻ കമ്മിറ്റിയാണ് റാലി നടത്തിയത്. വയക്കര പെട്രോൾ പമ്പ് സമീപത്ത് നിന്നാരംഭിച്ച പ്രകടനം പാടിയച്ചാൽ ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. മതപണ്ഡിതന്മാർ, മഹല്ല് പ്രതിനിധികൾ, ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ, സമസ്ത യുവജന സംഘടനാ പ്രവർത്തകർ, വിശ്വാസികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. റേഞ്ച് ജമിയത്തുൽ ഉലമ, അല്ലമീൻ മാനേജ്മെന്റ് കമ്മിറ്റി, SYS, SKSS ഭാരവാഹികളായ ഷഫീഖ് ഫൈസി, KP മൊയ്തീൻ കുഞ്ഞിമൗലവി, PS റഫീഖ്, അബ്ദുൾ റഹ്മാൻ മച്ചിയിൽ, ഇബ്രാഹിം പുളിങ്ങോം, അഹമ്മദ് പോത്താങ്കണ്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ബഷീർ വെള്ളിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. റഫീഖ് അഷ്റഫി അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ത്രിദിന ചിത്ര പരിശീലന കളരിക്ക് തുടക്കമായി. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് കേരള ലളിതകലാ അക്കാദമിയുമായി സഹകരിച്ച് നടത്തിയ ത്രിദിന ചിത്രപരിശീലന കളരി KKR വെങ്ങര ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K സതീശൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ V സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. U ഭാസ്കരൻ, A ശ്രീധരൻ, P അബ്ദുള്ള, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, K രമേശ് ബാബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും പരിശീലനവും നടന്നു. ഗോവിന്ദൻ കണ്ണപുരം, ഭരതൻ മാസ്റ്റർ, KP രാമകൃഷ്ണൻ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 63ാമത് സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സഹകരണ സെമിനാർ നടന്നു. ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിറ്റിന്റെയും ഫാർമേഴ്സ് ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ. നവംബർ 14 മുതൽ 20 വരെയാണ് സഹകരണ വാരാഘോഷം. 63ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ സെമിനാർ നടന്നത്. ഹോസ്ദുർ സർക്കിൾ സഹകരണ യൂണിറ്റിന്റെയും ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ. സഹകരണ സ്ഥാപനങ്ങളുടെ സാങ്കേതിക വിദ്യ സ്വീകരിക്കൽ എന്നതായിരുന്നു സെമിനാറിന്റെ വിഷയം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 1972 മുതലാണ് മഹാനായ പണ്ഡിറ്റുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന സഹകരണ വാരാഘോഷ പരിപാടികൾ ഇന്ത്യയിൽ ആരംഭിച്ചത് 1972 മുതലാണ്. സഹകരണ മേഖലക്ക് സമാനതകളില്ലാത്ത സേവനം ചെയ്ത ഒരു മഹാനാണ് പണ്ഡിറ്റ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം മുതൽ അങ്ങോട്ട് ഒരാഴ്ചക്കാലം എന്ന ഒരു രീതി അന്ന് കൊണ്ടുവരുന്നത്. ബാങ്ക് പ്രസിഡന്റ് KV ജതീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ K രവീന്ദ്രൻ മുതിർന്ന സഹകാരികളെ ആദരിച്ചു. PV രഞ്ജിത്ത്, KV വിജയൻ, P കുഞ്ഞമ്പു, K ശശി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പഴയങ്ങാടി അടുത്തില സ്വദേശി ബാലകൃഷ്ണന് ആദരവ്. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ റീജിയനിൽ ഏർപ്പെടുത്തിയ അവാർഡ് ബാബ അലക്സാണ്ടറിൽ നിന്ന് ഏറ്റുവാങ്ങി. Nobody promoting English, but people are going for English medium school. They conducted a competition in schools. ജീവകാരുണ്യം ജീവിതചര്യയാക്കി മാറ്റിയ അടുത്തില സ്വദേശി ഈ ബാലകൃഷ്ണനെ തേടിയെത്തിയത് അർഹിക്കുന്ന അംഗീകാരമാണ്. 3.5 പതിറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഈ ബാലകൃഷ്ണൻ സഹജീവികളോട് കാണിച്ച സ്നേഹമാണ് അദ്ദേഹത്തെ ആദരവിനായി തിരഞ്ഞെടുത്തത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്കും സാന്ത്വനമേകാൻ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട്. നിർധന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സഹായം, പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം എന്നിവയും നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാനവിക ഐക്യയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഈ ബാലകൃഷ്ണനെ ആദരിച്ചത്. ഇത് കൂടുതൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പ്രചോദനമാകുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അംഗീകാരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും
ചെറുതായിട്ട് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട്. മേലിലും ഈ ഒരു അവാർഡ് എനിക്കൊരു പ്രചോദനമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് മേലിലും ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാമൂഹ്യ പ്രവർത്തകൻ ശരത് കുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. രവീന്ദ്രൻ, സണ്ണി ജോസഫ്, ബൈജു, ഷിൽന പ്രസാദ്, ശ്രീഷ്മ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നിറവ് ചാരിറ്റബിൾ ട്രസ്റ്റ് പയ്യന്നൂർ അനാമയ ഹോസ്പിറ്റലുമായി സഹകരിച്ച് പുറത്തിറക്കുന്ന നിറവ് ഹെൽത്ത് കാർഡിന്റെ വിതരണം സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് ഹാളിൽ നടന്നു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിറവ് ചാരിറ്റബിൾ ട്രസ്റ്റ് അനാമയ ഹോസ്പിറ്റലുമായി സഹകരിച്ച് പുറത്തിറക്കുന്ന നിറവ് ഹെൽത്ത് കാർഡിന്റെ വിതരണോദ്ഘാടനം സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് ഹാളിൽ നടന്നു. സി കൃഷ്ണൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുമ്പോട്ട് വരുന്നു. സർക്കാർ തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഈ കാര്യത്തിൽ അവരുടെ ബഡ്ജറ്റ് തുകയുടെ ഒരു ചെറിയ ശതമാനം മാറ്റിവെച്ചുകൊണ്ട് അവർ കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എല്ലാ സർക്കാർ ആശുപത്രികളിൽ അല്ലെ സർക്കാർ ഓഫീസുകളിൽ, അത് കോളേജുകളാവട്ടെ, സ്കൂളുകളാവട്ടെ, ആശുപത്രികളാവട്ടെ, അവിടങ്ങളിലെല്ലാം അവശത അനുഭവിക്കുന്നവർക്ക് അനായാസേന കയറി പോകാൻ സാധിക്കത്തക്ക നിലയിൽ ആ കെട്ടിടങ്ങളൊക്കെ രൂപാന്തരപ്പെടുത്താനും കാണാൻ സാധിക്കും. നിറവ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി പ്രകാശൻ നന്ദാലൻ പദ്ധതി വിശദീകരിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് VV രമേശൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, TV രജിത, സുധാകരൻ കാന, P ജയൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KU കലാധരൻ, PP പ്രദീപ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. SN കിങ്വുഡ് സ്കൂൾ മാടായിപ്പാറയിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. സീഗ് ഡയറക്ടർ TP പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായാണ് ക്യാമ്പ്. പാറയുടെ ചെറിയ സുഷിരങ്ങളിൽ ഇങ്ങനെ മുളച്ചു വരും. അതിന്റെ വിത്ത് എവിടെയുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അത് ഇതുവരെ നോക്കിയിട്ടുണ്ടോ? നോക്കണം, അത് നിങ്ങൾ നോക്കണം. ആ പാറയുടെ അവിടെ എടുത്ത് മാന്താനൊന്നും പറ്റില്ല. വീട്ടിലെ നല്ല കൂർത്ത പാറയാണ്. പോയി നോക്കണം, കണ്ണുകൊണ്ട് നോക്കണം. വിത്തെടുക്കാൻ പാടില്ല. 2 ദിവസങ്ങളിലായി നടക്കുന്ന സഹവാസ ക്യാമ്പിൽ നാടകക്കളരി, കായിക വിനോദം, കലാവിരുന്ന, പരിസ്ഥിതി, ചിത്രകല, കാവ്യാസ്വാദനം, വ്യക്തിത്വ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും. SN കിങ്വുഡ് ചെയർമാൻ PP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. KV നാരായണൻ, C ഭാസ്കരൻ, P ഗോപാലൻ, MA റീന തുടങ്ങിയവർ സംബന്ധിച്ചു. ശനിയാഴ്ച വൈകുന്നേരം ക്യാമ്പ് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ധൃതരാഷ്ട്ര പച്ച വളർന്നു പന്തലിച്ച് വിളനാശം വിതയ്ക്കുകയാണ്. മുൻപെങ്ങുമില്ലാത്ത വിധമാണ് ഈ ചെടി വളർന്ന് പടരുന്നത്. ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇത് വ്യാപകമായി കഴിഞ്ഞു. കളയിനമായ ധൃതരാഷ്ട്ര പച്ച വളർന്ന് പന്തലിക്കുകയാണ്. കാർഷിക മേഖലയെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത്. ഈ ചെടി ഉൽപ്പാദിപ്പിക്കുന്ന ഫിനോളിക് ഫ്ലവനോയിഡ് സംയുക്തങ്ങൾ കാർഷിക വിളകളെ സാരമായി തന്നെ ബാധിക്കും. സൂര്യപ്രകാശം സമൃദ്ധമായി ലഭിക്കുന്നിടങ്ങളിലെ വിളകളെയാണ് ഇത് ആക്രമിക്കുന്നത്. വിത്തുകൾ കൂടാതെ തണ്ടുകളിൽ നിന്നും വേരുകളിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇത് വ്യാപകമായി കഴിഞ്ഞു. ഇപ്പോൾ ധൃതരാഷ്ട്ര പച്ചയുടെ പ്രജനന കാലമാണ്. ഒരു ചെടിയിൽ നിന്ന് തന്നെ 10,000-കണക്കിന് വിത്തുകളാണ് കാറ്റിലൂടെ നാടെങ്ങും പരക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് 9 ഇഞ്ച് എന്ന തോതിൽ ദ്രുതഗതിയിൽ വളരുന്നതിനാൽ മെയിൽ എമിനിറ്റ് വീടെന്നും ഈ ചെടി അറിയപ്പെടുന്നു. ഇതിനകം തന്നെ കൃഷിയിടങ്ങളിൽ ധൃതരാഷ്ട്ര പച്ച വ്യാപകമായി കഴിഞ്ഞു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ശതാബ്ദിയുടെ ഭാഗമായി നടന്ന മൃഗസംരക്ഷണ സെമിനാർ കേരള വെറ്ററിനറി സർവകലാശാല ഡയറക്ടർ ഡോക്ടർ TP സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ വെറുതെ ഭീതിയാണ്, ഇത്തരം ഭീതി ഉണ്ടാക്കിക്കൊണ്ട് വെറുതെ മറ്റുള്ളവർ മുതലെടുക്കുന്നതാണ്. വെറുതെ അനാവശ്യമായിട്ട് പേവിഷബാധയുടെ കുത്തിവയ്പ്പ് എടുക്കേണ്ട കാര്യമില്ല. കുത്തിവയ്പ്പ് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു തെളിവ് നിങ്ങൾ തന്നെയാണ്. ആധുനിക മൃഗസംരക്ഷണ മാതൃകകൾ, സംരംഭകത്വ വികസനം തുടങ്ങിയ കാര്യങ്ങൾ സെമിനാറിൽ ചർച്ചയായി. നിരവധി ക്ഷണിതാക്കൾ സെമിനാറിൽ സംബന്ധിച്ചു. ഭീതി കാരണം പേവിഷബാധയ്ക്ക് കുത്തിവെക്കുന്നത് അനാവശ്യമാണെന്ന് ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി ഡോക്ടർ സേതുമാധവൻ പറഞ്ഞു. കന്നുകാലി മേളയുടെ ഉദ്ഘാടനവും ശതാബ്ദിയോടനുബന്ധിച്ച് നടന്നു.
വെള്ളൂർ ജനകീയ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ മറത്തുകളി പൂരക്കളി നവംബർ 20 ഞായറാഴ്ച കലാസമിതിയിൽ നടക്കും. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മാധവീയം സംഘാടക സമിതിയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ജനകീയ കലാസമിതി മൈതാനിയിൽ നടക്കുന്ന പൂരക്കളി മറത്തുകളി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതിയുടെ അധ്യക്ഷതയിൽ മുൻ MLAയും മാധവീയം 2016 സംഘാടക സമിതി ചെയർമാനുമായ K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. PP മാധവൻ പണിക്കർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വയലിൽ കുഞ്ഞിരാമൻ പണിക്കർ, ഗുരുകുലം മറുത്തുകളി പഠനകേന്ദ്രം സെക്രട്ടറി മധുസൂദനൻ പണിക്കർ കൊയ്യോങ്കര തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് വെള്ളൂർ കുടക്കത്ത് കൊട്ടണച്ചേരി പൂരക്കളി സംഘം പൂരക്കളി അവതരിപ്പിക്കും. ഈ വർഷം കൊഴുമൽ ശ്രീ മാക്കിൽ മുണ്ടിയക്കാവ് ദേവസ്ഥാനം പൂരക്കളി മറുത്തുകളിക്കുള്ള വീരശൃംഖല നൽകി ആദരിച്ച രാജേഷ് പണിക്കർ അണ്ടോൾ, ഇതേ വർഷം കരിവള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം ബഹുമതിയായ വീരശൃംഖല നൽകി ആദരിച്ച രാജീവൻ പണിക്കർ കൊയ്യോങ്കര എന്നിവർ തമ്മിലാണ് മറുത്തുകളിയിൽ മാറ്റുരയ്ക്കുക. ഇവരുടെ മറുത്തുകളി M. അപ്പുപണിക്കർ കരിവള്ളൂർ നിയന്ത്രിക്കും. പൂരക്കളി മറുത്തുകളി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി, M. കൃഷ്ണൻ, M. രാഘവൻ, M. നാരായണൻ, BP പവിത്രൻ മാസ്റ്റർ, KP പ്രകാശൻ, PC വിശ്വംഭരൻ പണിക്കർ, M. കുഞ്ഞിരാമൻ പണിക്കർ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുതാഴം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തെങ്ങ് കർഷകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി കൃഷി ജലസേചന പദ്ധതി 2017 ഉൾപ്പെടുത്തിയാണ് പരിശീലനം ഒരുക്കിയത്. ചെറുതാഴം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പരിശീലനം. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തേക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാറ്റം വരുത്താൻ കഴിയും എന്ന രീതിയിലുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിക്കണം എന്ന് ഗവൺമെന്റ് നേരത്തെ തന്നെ പ്രസിഡന്റുമാരെ വിളിച്ചു ചേർത്ത് ഒരു മീറ്റിംഗിൽ പറഞ്ഞത്. അതിൽ ഹരിത കേരളം പദ്ധതിക്കാണ് ഏറ്റവും പ്രാമുഖ്യം ഉള്ളത് എന്നാണ് ഗവൺമെന്റ് സൂചിപ്പിച്ചിട്ടുള്ളത്. ചെറുതാഴം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജീനിഷ, E. വസന്ത, K. ജനാർദ്ദനൻ, KP വിനയകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് ശാസ്ത്രീയ തെങ്ങുകൃഷി രീതികളും മണ്ണ് ജലസംരക്ഷണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ C. തമ്പാൻ, ഡോക്ടർ P. സുബ്രഹ്മണ്യൻ എന്നിവർ ക്ലാസ് എടുത്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 18ാം വാർഷികാഘോഷം കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് നേതൃത്വത്തിൽ നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര മാത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ചു. മാത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര ശ്രദ്ധേയമായി. നാടിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയിൽ മാറ്റുകൂട്ടി. തുടർന്ന് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P. ഉഷയുടെ അധ്യക്ഷതയിൽ ശ്രീകൃഷ്ണൻ MLA വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നും നാളെയുമായി വിവിധ പരിപാടികളോടുകൂടി ഇവിടെ നടക്കുക. നോട്ടീസിൽ പറഞ്ഞതുപോലെ വളരെ ആകർഷകമായ ഒരു അർത്ഥസമ്പുഷ്ടമായ പേപ്പറുകൾ ഉൾപ്പെടെയുള്ള ഘോഷയാത്ര ഇവിടെ സമാപിച്ചു. പെൻഷൻ സർവേ നടത്തിയ കുടുംബശ്രീ അംഗങ്ങൾക്കും ഘോഷയാത്രയിൽ അണിനിരന്നവർക്കുമുള്ള പ്രോത്സാഹന സമ്മാനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. സത്യപാലൻ നിർവഹിച്ചു. മറിയ ഗുരോത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. VB ഭാസ്കരൻ, KM ബാലകേശവൻ, MTP നൂറുദ്ദീൻ, PV കാഞ്ചന, P. വാസന്തി, MV സുനിൽകുമാർ, TP അബ്ദുൾ സലാം, P. രവീന്ദ്രൻ, P. ശശിധരൻ, K. രാജൻ, PV വത്സല തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നവംബർ 19 ശനിയാഴ്ച രാവിലെ മുതൽ കലാമത്സരങ്ങൾ, കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്കുള്ള വിവിധതരം കായിക മത്സരങ്ങൾ എന്നിവയും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നവംബർ ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പാണ് പൊതുവെ അനുഭവപ്പെടുന്നത്. എന്നാൽ പൂക്കാൻ അത്യുഷ്ണം വേണ്ട കൊന്നപ്പൂവ് ഈ ഡിസംബർ മാസത്തിലും പൂത്തു നിൽക്കുന്നു. ഒരു കാഴ്ചയിലേക്ക്. ഇനി മാറ്റുലി കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. കേന്ദ്രത്തിനുമേലുള്ള സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദം ഫലിക്കുമോ? ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം.
കേരളത്തിലെ ജനങ്ങളുടെ ആകെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം വിജയത്തിലെത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. മുൻകൂട്ടിയുള്ള ഒരു കാഴ്ചപ്പാടുമില്ലാതെ നോട്ട് അസാധാക്കുക വഴി കേന്ദ്ര ഗവൺമെൻറ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സാധാരണക്കാരെയാണ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക നിലയിലേക്ക് ഉയർന്നു വരും. ഈ സമരത്തിന് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സമരമാണ്. ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനത്തെ ഒന്നടങ്കം തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണിത്. ഇത് BJPയുടെ ഒരു അജണ്ടയായിട്ട് മാറിയിരിക്കുകയാണ്. സാധാരണക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടിക്ക് 14ാം വാർഡ്, അതായത് ഇപ്പോൾ ജനങ്ങളിപ്പോൾ ഈ വളരെയധികം പൈസ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. എല്ലാവരും ഇതിപ്പോൾ ഒരു നല്ല കാര്യമെന്ന് പറയുന്നുണ്ടെങ്കിലും പണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടോടെയെന്ന് നാട്ടിലിപ്പോൾ പൊതുവെ പറയാൻ വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും ഒരു സ്തംഭനാവസ്ഥയിൽ വന്നിട്ടുള്ള ഒരു സമയമായിപ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. സംഘപ്രസ്ഥാനങ്ങളെ ഒന്നടങ്കം തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢശ്രമത്തിനെതിരെയുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ധർണ സത്യാഗ്രഹം അത് വളരെ ആവശ്യമാണ്. ഈ സത്യാഗ്രഹത്തിലൂടെയെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് കണ്ണു തുറന്ന് സഹകരണ പ്രസ്ഥാനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നിപ്പോൾ 2000 രൂപ കൊടുക്കുന്ന പറഞ്ഞത്, ഈ 2000 രൂപ കിട്ടിയിട്ട് ഒരു പീടിയിൽ കൊണ്ടു കൊടുത്താൽ അതിന് ചില്ലറയും കിട്ടുന്നില്ല. പീഡിയക്കാരും കുഴങ്ങി, മേടിക്കാൻ വന്നവരും കുഴങ്ങി. കിട്ടാനുള്ള പൈസ കിട്ടുന്നുമില്ല, കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ പൈസ ഇന്ന് ജനങ്ങൾ ബന്ധപ്പെടുന്നത് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ടാണ്. അപ്പോൾ എന്തായിക്കഴിഞ്ഞാൽ ഇത്രയും പൈസ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അതിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടൂല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കേന്ദ്രം ഇത് ശരിക്കും വഴങ്ങുന്നില്ല ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക്. ആ സഹകരണ ബാങ്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ തകർക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ കേരളം പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രമാത്രം സഹകരണ മേഖല വിപുലമാകാത്തതുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിൽ മുഴുവൻ മന്ത്രിമാരും അത് രാഷ്ട്രീയ ഭേദമന്യേ അത് LDFും UDFും എല്ലാ വിഭാഗവും യോജിച്ചുകൊണ്ട് അതിശക്തമായ സമരം പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരികയും അത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മന്ത്രിമാർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുകയാണെങ്കിൽ ഇതിൽ നേടിയെടുക്കാൻ വേണ്ടി കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കേരളത്തിലെ മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനമായി തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട്. അദ്ദേഹം നടത്തിക്കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ട്. പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയാണ്. അതിലുപരി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വെറുതെ തന്നെ പറഞ്ഞാലും കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ആകമാനമുള്ള ജനങ്ങൾ 1000-500 നോട്ട് പിൻവലിക്കലോടുകൂടി വളരെ കടുത്ത ദുരിതത്തിലാണ്. അത് വ്യത്യസ്ത മേഖല, സാധാരണ തൊഴിലാളികളടക്കം പാവപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളുമാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനൊരു കടപ്പാടുണ്ട്, ഇവിടുത്തെ ജനങ്ങളോടുണ്ട്, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തോടുണ്ട്. ആ നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനൊരു സമരവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS-ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. അറിയിപ്പുകൾ. കൃഷ്ണ പള്ളിത്തറയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ 20 ഞായറാഴ്ച കോറോം പള്ളിത്തറയിൽ വെച്ച് നടക്കും. വിശദവിവരങ്ങൾക്ക് 96522737 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. IRPC കോറോം ഈസ്റ്റ് ലോക്കൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഉഷസ് സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നവംബർ 19 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ കാനായി ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടക്കും. മാടായി GITയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പൂർത്തീകരിച്ച ഉദ്യോഗാർത്ഥികളുടെ അടിയന്തര യോഗം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിന് സമീപം KSTA ബിൽഡിംഗിൽ നവംബർ 19 രാവിലെ 10 മണിക്ക് ചേരും. വിശദവിവരങ്ങൾക്ക് 9744418759 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന തലക്കെട്ടുകളിലേക്ക് ഒരിക്കൽ കൂടി. കാർഷിക രംഗത്തെ ചരിത്രത്തെയും വർത്തമാനത്തെയും സംയോജിപ്പിച്ച് അഗ്രാഫീസ്റ്റിക്ക് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരിതെളിഞ്ഞു.
ശതാബ്ദി ആഘോഷ ഭാഗമായാണ് 10 നാൾ നീളുന്ന പ്രദർശനം ഒരുക്കിയത്. നരേന്ദ്രമോദിയുടെ നോട്ട് റദ്ദാക്കൽ മൂലം സാധാരണക്കാർ തെരുവിലിറങ്ങുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മാണിയാട്ട് ഗ്രാമം നാടകരാവുകളാൽ സമ്പന്നം. കോറസ് കലാസമിതിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം 4 നാൾ പിന്നിട്ടു. രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബ്രോഷർ ശേഖരവുമായി കാങ്കുൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ഏറ്റുകൊടുക്ക സ്വദേശി ഡേവിഡ്. തായനേരി വെള്ളാരങ്കര ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം മുന്നൊരുക്കങ്ങൾ സജീവം. പ്രധാന ആരാധനാമൂർത്തിയുടെ തിരുമുടിക്കുള്ള കവുങ്ങ് മുറിച്ചു. ആവശ്യമായ നാളുപരം കുറിച്ചുകൊണ്ടുള്ള ആഘോഷ ന്യൂസ് അവർ പൂർത്തിയാവുന്നു. നമസ്കാരം.